അഡ്വൈസ് മെമ്മോ. മലയാളിയുടെ ജീവിതത്തിൽ ലൈഫ് സെറ്റ് എന്ന വാക്ക് ഒരു സാധാരണ വാക്കല്ല. അതൊരു സ്വപ്നം, ഒരു ലക്ഷ്യം, പലപ്പോഴും ഒരു സമ്മർദ്ദവും. പ്രത്യേകിച്ച് നെയ്യാറ്റിൻകരക്കാരുടെ ഇടയിൽ. അതിന് കാരണമോ ഒരു ഗവൺമെന്റ് ജോലി. നെയ്യാറ്റിൻകരയിലെ ഒരു ചെറു ഗ്രാമത്തിൽ ജനിച്ച അജിത്തിന് ബാല്യകാലം മുതൽ ആ വാക്ക് പരിചിതമായിരുന്നു. ചെറിയ വീട്ടിൽ അമ്മയും അച്ഛനും കൂടെ വളർന്നവൻ. അച്ഛനൊരു ചെറിയ കച്ചവടക്കാരൻ, അമ്മ വീട്ടമ്മ. മോനെ, നല്ലപോലെ പഠിച്ചാൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടും, പിന്നെ ലൈഫ് സെറ്റ്, അച്ഛൻ പലപ്പോഴും പറഞ്ഞിരുന്നു. പക്ഷെ ആ വാക്കിന്റെ അർത്ഥം അജിത്ത് മനസ്സിലാക്കിയത് +2 കഴിഞ്ഞപ്പോഴാണ്. കൂട്ടുകാർ പലരും ഗൾഫിലേക്കും ചിലർ സ്വകാര്യ ജോലികളിലേക്കും പോയപ്പോൾ അജിത്ത് ഒരു പഴയ ബാഗും കുറച്ച് പുസ്തകങ്ങളും എടുത്ത് നാട്ടിലെ ലൈബ്രറിയിലേക്ക് നടന്നു. അവിടെയെല്ലാം പുതിയതായിരുന്നു. പുതിയ പുസ്തകങ്ങൾ, പുതിയ സ്വപ്നങ്ങൾ, പുതിയ പ്രതീക്ഷകൾ. പക്ഷേ കാലം കടന്നുപോയിക്കൊണ്ടിരുന്നു. 1 വർഷം, 2 വർഷം, 3 വർഷം. ലൈബ്രറിയിലെ കസേര പോലും അവനെ തിരിച്ചറിഞ്ഞു. ചായക്കടയിലെ ആളുകൾ അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ഇവൻ ഇന്നും പഠിക്കുകയാണ്, എന്തെങ്കിലും കിട്ടുമോ എന്തോ. ഇതൊക്കെ വെറുതെ സമയം കളയലല്ലേ. വാക്കുകൾ ചെറുതായിരുന്നു, പക്ഷെ മുറിവ് ആഴത്തിലായിരുന്നു. രാത്രികളിൽ അവൻ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കും, ഞാൻ തെറ്റായ വഴിയിലാണോ പോകുന്നത്. ഒരു ദിവസം അമ്മ അടുത്തു വന്ന് ചോദിച്ചു, മോനെ, ടയേർഡാണോ? അജിത് ചിരിച്ചു. ഇല്ല അമ്മേ, കുറച്ചുകൂടി ബാക്കിയുണ്ട്. അമ്മ ഒന്നും പറഞ്ഞില്ല, പക്ഷെ അവളുടെ കണ്ണുകളിൽ വിശ്വാസമുണ്ടായിരുന്നു. അതായിരുന്നു അജിത്തിന്റെ ശക്തി. കാലം വീണ്ടും മുന്നോട്ട് നീങ്ങി. PSC പരീക്ഷ കഴിഞ്ഞു. കാത്തിരിപ്പ് തുടങ്ങി. നീണ്ട, ശ്വാസം മുട്ടിക്കുന്ന കാത്തിരിപ്പ്. ഒടുവിൽ ഫലപ്രഖ്യാപന ദിനമെത്തി. ഹൃദയം കുത്തനെ ഇടിച്ചുകൊണ്ടിരിക്കെ അജിത് ലിസ്റ്റ് തുറന്നു നോക്കി. ആദ്യം കാണാനായില്ല. കൈകൾ വിറച്ചു. വീണ്ടും നോക്കി. അജിത് R, ഷോർട്ട് ലിസ്റ്റഡ്. ഒരു നിമിഷം ലോകം നിശ്ചലമായി. അമ്മേ, എന്റെ പേര് വന്നു. അമ്മ ഓടി വന്നു. അവൾ ഒന്നും പറഞ്ഞില്ല, കണ്ണുനീർ മാത്രം. പക്ഷെ അത് സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. അച്ഛനും സന്തോഷമായി. ഇന്റർവ്യൂവിന് പോയ ദിവസം അജിത്തിന് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞു. വീണ്ടും കാത്തിരിപ്പ്. ദിവസങ്ങൾ വീണ്ടും നീണ്ടുപോയി. ഒരു രാവിലെ മഴ കഴിഞ്ഞ ശുദ്ധമായ വായു. വീട്ടുമുറ്റത്ത് അജിത്തിരിക്കുമ്പോൾ ഒരു ശബ്ദം, പോസ്റ്റ്. അവൻ വാതിൽ തുറന്നു. ഒരു കവറുണ്ടായിരുന്നു, സർക്കാർ മുദ്രയോടെ. അവനത് കയ്യിൽ പിടിച്ചു. കുറച്ചു നിമിഷം തുറക്കാതെ നിന്നു. അവന്റെ ജീവിതം ആ കവറിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവസാനം പതുക്കെ തുറന്നു. കണ്ണുകൾ വാചകങ്ങൾ തേടി. യു ആർ അഡ്വൈസ്ഡ് ഫോർ അപ്പോയിന്റ്മെന്റ്. അവൻ വായിച്ചു നിർത്തി. അവൻ ചിരിച്ചു. അവൻ കരഞ്ഞു. അച്ഛൻ അടുത്തു വന്നു. ഇപ്പൊ നിന്റെ ലൈഫ് സെറ്റായി മോനെ. അജിത് കുറച്ചു നിമിഷം നിശബ്ദമായി നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, അച്ഛാ, ലൈഫ് സെറ്റായത് ഇന്നല്ല, ഞാൻ ഒരിക്കലും വിട്ടുകളയാതെ നിന്ന ദിവസമാണ്. ആ ദിവസം അജിത്ത് ഒരു ജോലി നേടിയില്ല, ഒരു തിരിച്ചറിവ് നേടി. സ്വപ്നങ്ങൾ സഫലമാവുന്നത് ഭാഗ്യം കൊണ്ടല്ല, വിടാതെ പിടിച്ചു നിൽക്കുന്നവർക്കാണ്.